ഞങ്ങളുടെ നിങ്ങൾക്കറിയാമല്ലോ, സാമൂഹ്യക്ഷേമം, ജനക്ഷേമപരമായ നടപടികൾ, പിന്നെ സംസ്ഥാനത്തിൻ്റെ വികസനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ BJPയെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയായി കാണുന്നില്ല. ഇത് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന വളരെ വിഷലിപ്തമായ രാഷ്ട്രീയ പരിപാടിയുള്ള ഒരു പാർട്ടിയാണ്. കേരളത്തിലെ LDFൻ്റെ തുടർഭരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയാണ്. ശരി, ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി. നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് മുന്നിൽ വളരെ തിരക്കേറിയ ഒരു ഷെഡ്യൂളുണ്ട്, നല്ല ചൂടുണ്ട്. കേരളത്തിലെ കാലാവസ്ഥ എപ്പോഴും, പ്രത്യേകിച്ച് ഈ സമയത്ത്, സഹിക്കാവുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് തണുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് നടത്തിക്കൂടാ? അത് ഞാൻ വെറുതെ തമാശ പറയുന്നതാണ്. വളരെ രസകരമായ ഒരു ചോദ്യം. അതെ. ഇപ്പോൾ പറയൂ, കഴിഞ്ഞ തവണ LDF വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. കാരണം 50 വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും മാറി മാറി അധികാരത്തിൽ വരികയായിരുന്നു. ആദ്യമായിട്ടാണ് ഒരേ പാർട്ടി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. 1, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? 2, പക്ഷേ അതിനുശേഷം അടുത്തിടെ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ട് ഗണ്യമായി കുറഞ്ഞു. നിങ്ങൾക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാനായില്ല. അപ്പോൾ 1, പുനർതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചു. എന്നാൽ ഇപ്പോഴത്തെ സൂചനകൾ ആശങ്കാജനകമാണ്. ഈ രണ്ടിനെയും നിങ്ങൾ എങ്ങനെയാണ് യോജിപ്പിക്കുന്നത്? ഇതിനെ നേരിടാൻ നിങ്ങൾ എങ്ങനെയാണ് പദ്ധതിയിടുന്നത്? കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയോട്. കാരണം കഴിഞ്ഞ 10 വർഷം മാത്രമല്ല, കഴിഞ്ഞ 5 വർഷവും LDF സർക്കാർ എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നിങ്ങൾക്കറിയാമല്ലോ, സാമൂഹ്യക്ഷേമം, ജനോപകാരപ്രദമായ നടപടികൾ, പിന്നെ സംസ്ഥാനത്തിൻ്റെ വികസനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിലും, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയവയ്ക്ക് പരമ്പരാഗതമായ ശ്രദ്ധയും കൂടുതൽ ശ്രദ്ധയും നൽകുന്നതിലും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കുറപ്പാണ്, ഇനിയൊരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ആയതെങ്ങനെയെന്ന് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുകയായിരിക്കും. 3ാം തവണയും നിങ്ങൾ ജയിച്ചത്, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മോശം പ്രകടനം കാഴ്ചവെച്ചത്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലൊരു ഘടകം ഞങ്ങളുടെ ഭാഗത്തുണ്ടായ അമിത ആത്മവിശ്വാസമായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് നിങ്ങൾക്കറിയാമല്ലോ, ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ മെച്ചപ്പെടുത്തിയ പ്രവർത്തനങ്ങളും ക്ഷേമ നടപടികളും വെച്ച്, പിന്നെ ചില പ്രചാരണങ്ങൾ, ചില പാരഡി പാട്ടുകൾ CPIMനെയും അതിൻ്റെ നേതൃത്വത്തെയും ശബരിമലയിലെയും സ്വർണ്ണക്കടത്ത് സംഭവത്തിലെയും ചില പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികളായി ചിത്രീകരിക്കുന്നവ. ശരി, ഈ പാരഡി പാട്ടിലൂടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാനും വിലയിരുത്താനും കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇതെല്ലാം കൂടി നിങ്ങൾക്കറിയാമല്ലോ, ഒരർത്ഥത്തിൽ ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായ, നിങ്ങൾക്കറിയാമല്ലോ, ഒരു തിരിച്ചടി നൽകി. അതുകൊണ്ട് ഞങ്ങളതിനെ നിസ്സാരവൽക്കരിക്കില്ല. ഇതൊരു തിരിച്ചടിയായിരുന്നില്ല എന്ന ന്യായീകരണവുമായി ഞങ്ങൾ വരുന്നില്ല. ഞങ്ങൾ അവയെ വളരെ ഗൗരവമായി പരിശോധിച്ചിട്ടുണ്ട്. ഞങ്ങൾ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, പക്ഷേ പൊതു തെരഞ്ഞെടുപ്പിലും ഈ മുനിസിപ്പൽ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തെക്കൻ മധ്യമേഖലകളിൽ നിങ്ങൾക്ക് BJPക്ക് മുന്നിൽ പിന്തുണ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ BJP നേട്ടമുണ്ടാക്കുകയും നിങ്ങൾ താഴോട്ട് പോകുകയും ചെയ്തതായി തോന്നുന്നു. അപ്പോൾ BJP നിങ്ങൾക്ക് എത്രത്തോളം ഭീഷണിയാണ്? നോക്കൂ, കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ BJPയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ശരിക്കും ആശങ്കയുണ്ട്. അത് ഞങ്ങൾ ഏതെങ്കിലും കോർപ്പറേഷനോ, നിങ്ങൾക്കറിയാമല്ലോ, തദ്ദേശ സ്ഥാപനമോ നഷ്ടപ്പെടുന്നത് കൊണ്ടല്ല. പക്ഷേ ഞങ്ങൾ BJPയെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയായി കണക്കാക്കുന്നില്ല. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന വളരെ വിഷലിപ്തമായ ഒരു രാഷ്ട്രീയ പരിപാടിയുള്ള ഒരു പാർട്ടിയാണിത്. പിന്നെ ഇവിടെ വർഗീയ BJPയിൽ നിന്നുള്ള ഭീഷണി കൈകാര്യം ചെയ്യുന്നതിൽ കേരളം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. BJPയും ഇടതുപക്ഷമല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളും, പ്രത്യേകിച്ച് UDFുമായി ചില രഹസ്യ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് വളരെ ഗൗരവമായി തോന്നുന്നു. കൊല്ലം എൻ്റെ സ്വന്തം ജില്ലയാണ്. അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയാണ്. അവിടെ UDF ജയിച്ചു. തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ BJP മെച്ചപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നെ UDFലെ ഞങ്ങളുടെ മറ്റു സുഹൃത്തുക്കളിൽ നിന്ന് കുറച്ച് വോട്ടുകൾ കൈമാറ്റം ചെയ്തതിൻ്റെ പിന്തുണയില്ലാതെ BJP ജയിക്കുമായിരുന്നില്ലാത്ത ഒരുപാട് സീറ്റുകൾ.
അവർക്ക് അത്തരമൊരു ധാരണയുണ്ടായിരുന്നു. ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 10 വർഷം മുൻപ് BJPക്ക് ഒരു MLA ഉണ്ടായിരുന്നു. കണ്ടില്ലേ? പിന്നെ നിങ്ങൾ വോട്ടിംഗ് രീതിയുടെ കണക്കുകൾ പരിശോധിച്ചാൽ UDF നിർത്തിയ വളരെ ദുർബലനായ സ്ഥാനാർത്ഥിയും UDFൽ നിന്ന് BJPയിലേക്കുള്ള വോട്ട് കൈമാറ്റവും അദ്ദേഹത്തെ എങ്ങനെ സഹായിച്ചു എന്നത് വളരെ വ്യക്തമാണ്. പിന്നെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ BJPയുടെ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടാൻ പോകുന്നു എന്ന് പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി ആ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയും ചെയ്തു. അതുപോലെ തൃശ്ശൂരിൽ BJPക്ക് അവിടെ ഒരു ലോക്സഭാ അംഗമുണ്ട്. അത് കോൺഗ്രസിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കോൺഗ്രസ്സിന് 1,00,000 വോട്ടുകൾ നഷ്ടപ്പെട്ടു. BJP സ്ഥാനാർത്ഥി 75,000-ൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പിന്നെ LDF, നിങ്ങൾ സ്വാഭാവികമായ ചോദ്യം ചോദിക്കും, എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. LDF അതിൻ്റെ വോട്ടിംഗ് നിങ്ങൾക്കറിയാം, ശക്തി 16,000 വോട്ടുകൾക്ക് മെച്ചപ്പെടുത്തി. അപ്പോൾ ഇത് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് പലയിടത്തും BJPയുടെ മുന്നേറ്റം ഈ വോട്ട് കൈമാറ്റം മൂലമാണ്. മനഃപൂർവ്വം ഇതെന്തെങ്കിലും ധാരണയായിരിക്കാം, ഇത് മറ്റ് പല ഘടകങ്ങൾ മൂലവുമാകാം. ഞങ്ങളുടെ സ്വാധീനത്തിൽ കുറച്ചൊക്കെ BJPയിലേക്ക് മാറുന്നതിൽ ഞങ്ങൾക്ക് ആശങ്കയുള്ള ചില മേഖലകളുണ്ടെന്ന് ഞാൻ ഉടൻ തന്നെ സമ്മതിക്കും. പക്ഷെ നോക്കൂ, ശബരിമലയ്ക്ക് സമീപം പന്തളം എന്നൊരു മുനിസിപ്പാലിറ്റിയുണ്ട്. ഇത് 5 വർഷം മുൻപ് BJPയാണ് ജയിച്ചത്. ഇത്തവണ ഞങ്ങളത് BJPയിൽ നിന്ന് പിടിച്ചെടുത്തു. അത് CPM നേതൃത്വം നൽകുന്ന മുന്നണിയാണ്. അതുകൊണ്ട് ഞങ്ങൾ CPM എല്ലായിടത്തും BJPയോട് പോരാടുന്നു. പക്ഷേ UDFൻ്റെ കാര്യം അങ്ങനെയല്ല. പിന്നെ ഈയിടെയായി ഞാൻ ഉപസംഹരിക്കാം ഈ ഭാഗം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് KA നഷ്ടപ്പെട്ടു. കുഞ്ഞിക്കണ്ണൻ ഒരു പ്രമുഖ രാഷ്ട്രീയ വ്യക്തിത്വം. 1991 അദ്ദേഹം വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ BJPക്കും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒരു പൊതു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് രത്നസി. എന്നാൽ കുഞ്ഞിക്കണ്ണൻ CPMൻ്റെ പിന്തുണയോടെ അദ്ദേഹത്തിന് തോൽപ്പിക്കാൻ കഴിഞ്ഞു. അതെ, 1991 തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൽ VHP നേതാവും RSSകാരനുമായ ഡോക്ടർ മാധവൻകുട്ടിയായിരുന്നു കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP എന്നിവരുടെ പൊതു സ്ഥാനാർത്ഥി. CPM സ്ഥാനാർത്ഥി T.K. ഹംസയ്ക്കെതിരെ ഞങ്ങൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. എന്നിട്ട് T.K. ഹംസ വിജയിച്ചു. അതുകൊണ്ട് ഈ ഒളിഞ്ഞുള്ള ധാരണ വെളിപ്പെടുന്നിടത്തെല്ലാം ഞങ്ങൾക്ക് അവരെ പരാജയപ്പെടുത്താൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലും സമാനമായ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു, നിങ്ങൾക്കറിയാമല്ലോ, ആവർത്തിച്ചുള്ള സംശയം എനിക്കുണ്ട്. ഞങ്ങൾ തിരഞ്ഞെടുപ്പ് ഭൂപടം പരിശോധിച്ചപ്പോൾ ഹിന്ദുക്കൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ CPM മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതായി കാണുന്നു. മുസ്ലിംകൾക്കും ക്രിസ്ത്യാനികൾക്കും സ്വാധീനമുള്ളിടത്ത് CPM നല്ല പ്രകടനം കാഴ്ചവെക്കുന്നില്ല. ഇത് വെറും ഡാറ്റ മാത്രമാണ്. പിന്നീട് ഞങ്ങൾ 2 വലിയ പോളുകൾ നടത്തി. അതിൽ കാണിച്ചത് ഒരുപക്ഷെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കാനുള്ള ഒരു പ്രധാന കാരണം, ക്രിസ്ത്യാനികളും മുസ്ലിംകളും LDFനേക്കാൾ കൂടുതൽ UDFന് വോട്ട് ചെയ്യുന്നതും നിങ്ങളുടെ പിന്തുണ പ്രധാനമായും ഹിന്ദുക്കളിൽ നിന്നാണ് വരുന്നതെന്നതുമാണ്. കൂടാതെ അവരിൽ ചിലർ BJPയിലേക്ക് പോകുന്നു, ഉന്നത ജാതി ഹിന്ദുക്കൾ കൂറുമാറുന്നതുപോലെ. കഴിഞ്ഞ തവണ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പേർ BJPയിലേക്ക് മാറി. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മുസ്ലിംകളുടെയും ക്രിസ്ത്യാനികളുടെയും പിന്തുണ നഷ്ടമാകുന്നത്? കൂടാതെ ഹിന്ദുക്കളും BJPയിലേക്ക് മാറിയേക്കാം എന്നത് ഒരു ആശങ്കയാണോ? നോക്കൂ, പൊതുവെ ചില തെരഞ്ഞെടുപ്പുകളിൽ സമാനമായ ഒരു പ്രവണത കണ്ടുവന്നിരുന്നു. പക്ഷേ അടുത്തിടെ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പോലും ഞാൻ പറയട്ടെ, യഥാർത്ഥത്തിൽ എൻ്റെ കയ്യിൽ ഒരു റിപ്പോർട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഞാൻ പ്രത്യേകം ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഇവിടെയാണ് BJP മുനിസിപ്പൽ കൗൺസിൽ ജയിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നത്. അതിന് കാരണം RSSൻ്റെ പിന്തുണയായിരുന്നു. പക്ഷേ ഇത് മുസ്ലിം ന്യൂനപക്ഷ സാന്നിധ്യം ശക്തമായ ഒരിടം കൂടിയാണ്. ഇത് തിരിച്ചറിഞ്ഞ് നമ്മുടെ സഖാക്കൾ അവിടെ പ്രവർത്തിച്ചു. നീണ്ടു നിൽക്കുന്ന, നിങ്ങൾക്കറിയാമല്ലോ, ഒരു പരിപാടിയുമായി. അങ്ങനെ BJPയെയും RSSനെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കൊടുങ്ങല്ലൂരിൽ ജയിക്കാനായില്ല. തിരുവനന്തപുരം കോർപ്പറേഷനേക്കാൾ മുൻപ് കൊടുങ്ങല്ലൂർ ജയിക്കുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. അവിടെ നമ്മൾ ജയിച്ചു. കൂടാതെ ഇത് മുസ്ലിം വോട്ടുകൾ കാര്യമായുള്ള ഒരിടമാണ്. അതുകൊണ്ട് അവരുടെ LTG റിപ്പോർട്ട് അയക്കാൻ ഞാൻ പ്രത്യേകം ആവശ്യപ്പെട്ടു. പിന്നെ ഞാൻ കൊല്ലം ജില്ലക്കാരനാണ്. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ മുസ്ലിം സ്ട്രീറ്റ് എന്നൊരു തെരുവുണ്ട്. കാരണം
SFIയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന എൻ്റെ സഹപ്രവർത്തകൻ സുൽത്താൻ അഹമ്മദ് അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് കത്ത് കളയക്കാറുണ്ടായിരുന്നു. സുൽത്താൻ അഹമ്മദ്, മുസ്ലിം സ്ട്രീറ്റ്, കൊട്ടാരക്കര, മുസ്ലിം ജനസംഖ്യ, CPM അവിടെ ജയിച്ചു. അതുകൊണ്ട് അതൊരു പൊതുവായ കാര്യമല്ല. ക്രിസ്ത്യൻ ജനസംഖ്യ ഗണ്യമായിട്ടുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട. 5 നിയമസഭാ മണ്ഡലങ്ങളും 5 വർഷം മുൻപ് 5 നിയമസഭാ മണ്ഡലങ്ങളിലും ഞങ്ങൾ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും ഞങ്ങളുടെ പ്രകടനം അത്ര വളരെ മോശമൊന്നുമല്ല. അതുകൊണ്ട് ഇതൊരു പൊരുത്തക്കേടാണ്. എന്നാൽ 1-2 മേഖലകൾ ഉണ്ടാവാം. പക്ഷേ മൊത്തത്തിൽ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും കാര്യത്തിൽ നിങ്ങൾ UDFന് പിന്നിലാണ്. നിങ്ങളത് എങ്ങനെയാണ് നേരിടുന്നത്? നോക്കൂ, അതൊരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു വരികയാണ്. നിങ്ങൾക്കറിയാമോ, കണക്ക് കൂപ്പിയുള്ള കെട്ടിച്ചമച്ച കാര്യങ്ങൾ അവർക്കെതിരെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ചിലയിടങ്ങളിൽ പാവപ്പെട്ടവരും പിന്നോക്കക്കാരുമായ മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളടക്കമുള്ളവരോട് ഈ SIR നടപ്പിലാക്കുന്നത് പിണറായി വിജയനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഞെട്ടലുണ്ടാകാം. ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റൊരിടത്ത് പിണറായി വിജയൻ ഇന്നയാളുമായി വളരെ സൗഹൃദത്തിലാണെന്ന് പറയുകയുണ്ടായി. ശരി, അപ്പോൾ അവർ ചോദിക്കും, ആ ഇന്നയാൾ X അയാൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഞങ്ങൾക്കറിയില്ല. ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു വ്യക്തമായ നിങ്ങൾക്കറിയാമല്ലോ ഒരു ഫീഡ്ബാക്കാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കി, ഒരുപാട് നിങ്ങൾക്കറിയാമല്ലോ കെട്ടിച്ചമച്ച കഥകൾ പിന്തുണ നേടാനോ അല്ലെങ്കിൽ CPMനെയോ മുഖ്യമന്ത്രിയെയോ മോശമായി ചിത്രീകരിക്കാനോ വേണ്ടി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെന്ന്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഞങ്ങൾക്കിത് മനസ്സിലായത്. അതുകൊണ്ട് ഞങ്ങൾ വീടുകൾ തോറും സന്ദർശിച്ചും ജനങ്ങളോട് വിശദീകരിച്ചും അത് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ ചില കാര്യങ്ങൾ ഒരു രീതിയിൽ കാണുന്നു, എന്നാൽ ജനങ്ങളിലെ ചില വിഭാഗങ്ങൾക്കിടയിലുള്ള ധാരണ അത് വ്യത്യസ്തമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അതുകൊണ്ട് ധാരണയുടെ പ്രാധാന്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഈ തിരിച്ചടിയിലൂടെ ഞങ്ങൾ മനസ്സിലാക്കി. CPM ഒരു കേഡർ പാർട്ടിയും വളരെ ശക്തമായ അച്ചടക്കമുള്ള പാർട്ടിയുമാണെന്നാണ് കരുതപ്പെടുന്നത്. സാധാരണയായി അങ്ങനെ തന്നെയായിരുന്നു താനും. ഇത്തവണ നിങ്ങളുടെ പാർട്ടിയിൽ നിന്നുള്ള പാർട്ടി വിട്ട് UDFൻ്റെയും മറ്റുള്ളവരുടെയും പിന്തുണയോടെ വിമതരായി സ്വതന്ത്രരായി നിൽക്കുന്ന 4-5 ആളുകളുണ്ട്. നിങ്ങളുടെ കേഡർമാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആശങ്കാജനകമായ കാര്യമാണോ? നോക്കൂ, CPMഉം ഇടതുപക്ഷവും പൊതുവെ ഒരു കേഡർ പാർട്ടിയായാണ് പ്രവർത്തിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള കൂറുമാറ്റം സംഭവിക്കാറുണ്ട്, ഉത്തരേന്ത്യയിലെ ആയാറാം ഗയാറാം പോലെ. എന്നാൽ CPMനെയും ഇടതുപക്ഷത്തെയും സംബന്ധിച്ചിടത്തോളം ഇതുവരെ അങ്ങനെയായിരുന്നില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അടുത്തിടെയായി ചില സംഭവങ്ങളുണ്ട്. അവിശ്വസനീയമാം വിധം നമ്മുടെ ചില കേഡർമാർ, പ്രത്യേകിച്ച് ഞാൻ വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന ചില സഖാക്കൾ, നിങ്ങൾക്കറിയാമല്ലോ അവർ മുതിർന്നവരും മറ്റെല്ലാമാണ്, അങ്ങനെയുള്ള 2-3-4 പേർ കൂറുമാറിയിട്ടുണ്ട്. പക്ഷെ കാര്യമെന്തെന്നാൽ CPIMുമായോ ഇടതുപക്ഷവുമായോ ഉള്ള ഏതെങ്കിലും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസം കാരണം അവരിൽ ആരും കൂറുമാറിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് അവരെന്തോ പ്രതീക്ഷിച്ചിരുന്നു, അവർക്കത് കിട്ടിയില്ല. അതുകൊണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കേഡർമാരുടെയും സഖാക്കളുടെയും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രപരമായ ഉള്ളടക്കത്തിൽ അവിടെയും ഇവിടെയും ചില വ്യതിയാനങ്ങളും ചില പാളിച്ചകളും ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പാർട്ടി ഈ ഒരു പ്രത്യേക കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് ഈ തിരുത്തൽ പ്രക്രിയയുണ്ട്. ഈ പ്രതിഭാസം കാരണം തിരുത്തൽ പ്രക്രിയ വരും ദിവസങ്ങളിൽ കർശനമായി ഏറ്റെടുക്കേണ്ടതുണ്ട്. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ രംഗത്ത് മൊത്തത്തിൽ ഒരു അപജയം സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളത് ചെറുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിനൊരു പരിധിയുണ്ട്. അതിനെ ചെറുക്കാനുള്ള ഞങ്ങളുടെ ശ്രമങ്ങൾക്കിടയിലും അത് ഞങ്ങളുടെ പാർട്ടിയിലെ വിവിധ വിഭാഗങ്ങളിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട്. നോക്കൂ, ക്ഷമിക്കണം, പറഞ്ഞോളൂ. ഞാൻ പറയാൻ വന്നത്, നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായ നിങ്ങളുടെ കേഡർമാർ രംഗത്തിറങ്ങി വോട്ടുകൾ സമാഹരിക്കുന്നതിനെയും അതുപോലുള്ള കാര്യങ്ങളെയും അത് ദോഷകരമായി ബാധിക്കുമോ? നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ ഒരിക്കലും 40% താഴെ പോയിട്ടില്ല. ഇത്തവണ ഒരു വിജയ പാർട്ടിയാകാൻ നിങ്ങൾക്ക് 44% കിട്ടേണ്ടത് നിർണായകമാണ്. ഞങ്ങളുടെ ചില, നിങ്ങൾക്കറിയാമല്ലോ, നേതാക്കൾ, ജില്ലാ സെക്രട്ടറി അംഗം, മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം, അങ്ങനെയുള്ളവർക്കെല്ലാം സംഭവിച്ചത് തികച്ചും ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അത്തരം എല്ലാ സ്ഥലങ്ങളിലും പാർട്ടി മൊത്തത്തിൽ അവർ
പാർട്ടിക്കൊപ്പം നിൽക്കുകയും ഈ ആളുകളുടെ കാര്യത്തിൽ ഇത്തരമൊരു അവസരവാദം സംഭവിച്ചതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇത് CPIM-ൻ്റെയോ ഇടതുപക്ഷമായ LDF-ൻ്റെയോ വോട്ടിംഗ് ശതമാനത്തെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. നോക്കൂ, CPM-നെയും ഇടതുപക്ഷത്തെയും കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു കാര്യം അഴിമതിയില്ല എന്നതാണ്. അഴിമതിയില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു വിഷയമാണ്. കാരണം ശബരിമലയിലെ സ്വർണം പിച്ചളയാക്കി മാറ്റി. കൂടാതെ CPM-ൻ്റെ 2 നേതാക്കൾ ശബരിമല ബോർഡിൻ്റെ ഭാഗമാണ്. സ്വർണം മാറ്റുന്നതിനും എടുക്കുന്നതിനും മോഷ്ടിക്കുന്നതിനും കൂട്ടുനിന്നുവെന്ന് അവർക്കെതിരെ ആരോപണമുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ അവർക്കെതിരെ ഒന്നും ചെയ്യാത്തത്? എന്തുകൊണ്ട് നിങ്ങൾ അവരെ സസ്പെൻഡ് ചെയ്തില്ല? അതോ എന്താണ്? എനിക്കറിയില്ല. എന്തെങ്കിലും കാരണം കാണണം. നിങ്ങൾ അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കേൾക്കേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നു. കാരണം അഴിമതിരഹിതമെന്ന നിങ്ങളുടെ പ്രതിച്ഛായ എപ്പോഴും നിലനിന്നിട്ടുണ്ട്. നോക്കൂ, അത് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് അത് വളരെ വ്യക്തമാണ്. നിയമസഭാ സമ്മേളനത്തിനിടെ സഭയിൽ അത് ചർച്ച ചെയ്യാമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തു. UDF എന്താണ് ചെയ്തതെന്നറിയാമോ? ചർച്ച ചെയ്യാതെ അവർ ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ചർച്ചയൊന്നുമില്ല. CPIM-നെയും ഗവൺമെൻറ്റിനെയും വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ എന്തെങ്കിലും തെളിവോ വാദമോ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഞങ്ങളെ നിശിതമായി വിമർശിക്കാമായിരുന്നു. അവർ പിൻവാങ്ങി. അവർ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുകൊണ്ട് അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അച്ചടക്ക നടപടി, അവർ ജയിലിനുള്ളിലായിരുന്നപ്പോൾ അവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ കഴിയാതിരുന്നപ്പോൾ അത് സ്വാഭാവിക നീതിയുടെ നിഷേധമായിരുന്നു. ഞങ്ങൾക്കറിയേണ്ടിയിരുന്നത് പാർട്ടിയിൽ നിന്നുള്ള ഈ 2 പേർ, 4-5 പേർ കോൺഗ്രസ് അനുഭാവികളും കോൺഗ്രസ് പ്രവർത്തകരുമാണ്. എന്നാൽ ഈ 2 പേർ ദേവസ്വം ബോർഡിൻ്റെ ചെയർപേഴ്സൺ എന്ന നിലയിൽ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് CPM-ൽ പെട്ടവരാണ്. അതുകൊണ്ട് ഇത് അവരുടെ ഭാഗത്ത് നിന്നുള്ള കൃത്യവിലോപം മാത്രമാണോ അതോ കുറ്റകൃത്യത്തിൽ അവർക്ക് കൂടുതൽ ആഴത്തിലുള്ള പങ്കുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പുവരുത്തണമായിരുന്നു. അതുകൊണ്ട് അവർക്കെതിരെ എടുക്കേണ്ട നടപടി യഥാർത്ഥ വസ്തുതകളെ അടിസ്ഥാനമാക്കിയായിരിക്കണം. അതുകൊണ്ട് ഞങ്ങൾ കുറ്റപത്രം സമർപ്പിക്കുന്നതിനായി കാത്തിരിക്കുകയാണ്. അത് നടക്കുന്നില്ല. കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് അറിയാൻ കഴിയും. ഇപ്പോൾ ഞങ്ങൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്തണമെന്നും ഫലത്തിൽ അവരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യണമെന്നുമാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം അവർക്ക് ജാമ്യം കിട്ടിയത് ആ കാലയളവ്. ശരി. അതുവഴി നിങ്ങൾക്കറിയാമല്ലോ ചില നടപടിക്രമങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അവർ പുറത്താണ്. അവർക്ക് നിങ്ങൾക്കറിയാമല്ലോ, കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുക. ഒരാൾ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു ജില്ലാ കമ്മിറ്റി അംഗമല്ല. അതുകൊണ്ട് നടപടി. അതുകൊണ്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ CPM-ന് സ്വാഭാവിക നീതിയുടെ ചില തത്വങ്ങളുണ്ട്. അതാണ് ഞങ്ങൾ പാലിച്ചത്. എന്നാൽ ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിലോ മറ്റോ CPIM-നോ സർക്കാരിനോ പങ്കുണ്ടെന്ന് അവർക്ക് ആരോപിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് സഭയിൽ ചർച്ച ചെയ്യാം എന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു. അവർക്ക് വേണ്ടത്ര സമയം ലഭിക്കുമായിരുന്നു. അതെല്ലാം രേഖകളിൽ വരുമായിരുന്നു. മാധ്യമങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നു. അവർ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. CPM-നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സർക്കാർ ഭരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ ഇത് എത്രത്തോളം നിർണായകമാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് പാർട്ടിയുടെ പൂർണ്ണമായ തകർച്ചയെ അടയാളപ്പെടുത്തുമോ? ശരിയാണ്. ഞങ്ങളുടെ പാർട്ടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചില തകർച്ചാ പ്രവണതകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേരളത്തിൽ അനുഭവം തികച്ചും വ്യത്യസ്തമാണ്. നോക്കൂ, കഴിഞ്ഞ തവണ ഞങ്ങൾക്കുണ്ടായിരുന്നതിനേക്കാൾ 8-9 സീറ്റുകൾ കൂടുതൽ ഞങ്ങൾ നേടി. എങ്ങനെയോ കഷ്ടിച്ച് കടന്നുകൂടി ഞങ്ങൾ അധികാരത്തിൽ തുടരുകയാണെന്നല്ല. ഞാൻ അധികാരമെന്ന് പറയുന്നില്ല, ഞാൻ പദവി എന്നാണ് പറയുന്നത്. കണ്ടില്ലേ? അതുകൊണ്ട് ഇനി എന്ത് സംഭവിക്കുമെന്ന് ആളുകൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഏതെങ്കിലും സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുന്നത് പ്രതിച്ഛായയുടെ കാര്യത്തിൽ വളരെ പ്രധാനമാണ്. അതല്ലാതെ ക്ഷേമ നടപടികളുടെ കാര്യത്തിലും ഒരു ബദൽ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലും EMS-ൻ്റെ കാലം മുതൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ. ഒരു മുതലാളിത്ത സമൂഹത്തിൽ എങ്ങനെ ഒരു ബദലിന് വേണ്ടി പ്രവർത്തിക്കണം എന്നതിന് അടിത്തറയിട്ടത് അദ്ദേഹമാണ്. കേരള സംസ്ഥാനത്ത് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളമാണ് ഏക സംസ്ഥാനം. നീതി ആയോഗിന് അത് അംഗീകരിക്കേണ്ടി വന്നു. കൂടാതെ ഞാൻ ആ സൂചികകളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശിശുമരണ നിരക്കിൽ
കേരളത്തിൻ്റെ പ്രകടനം അമേരിക്കയേക്കാൾ പോലും വളരെ മികച്ചതാണ്. USA-യിൽ ഇത് 5.6 ഇന്ത്യയിൽ ഇത് 5 അതുകൊണ്ട് നമുക്ക് ഇത് വളരെ പ്രധാനമാണ്. ഇന്ത്യയിൽ 5, കേരളത്തിൽ 5. കേരളത്തിൽ 5, അതെ. USA-യിൽ ഇത് 5.6 നിങ്ങൾ ഇന്ത്യയിൽ 5 എന്ന് പറഞ്ഞു. നിങ്ങൾ ഉദ്ദേശിച്ചത് കേരളത്തിൽ 5 എന്നാണ്. ഇല്ല കേരളത്തിൽ 5. അതെ, ക്ഷമിക്കണം. ഇല്ല. പ്രായമായതുകൊണ്ട് അറിയാമല്ലോ ഇത് സംഭവിക്കും. കാര്യം എന്താണെന്നാൽ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് തുടർന്നും കിട്ടണം. എനിക്ക് കിട്ടി, എനിക്ക് കഴിയും. അതെൻ്റെ വാട്സാപ്പിലുണ്ട്. ഇപ്പോൾ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല. അദ്ദേഹം ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ നിന്നാണ്. അദ്ദേഹം തൻ്റെ അച്ഛനെക്കുറിച്ചൊരു പുസ്തകം എഴുതി. അദ്ദേഹം യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൻ്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടി വന്നു. അതാണ് അദ്ദേഹം എനിക്കൊരു സന്ദേശം അയച്ചു. ദയവായി നിങ്ങൾ കേരളത്തിൽ തുടരണം. കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ചില ആരോപണങ്ങളും വിവാദങ്ങളും നിലവിലുണ്ട്. എനിക്കറിയാം കേരളത്തിലെ ആരോഗ്യ മേഖല USA-യേക്കാൾ വളരെ മികച്ചതാണെന്ന്. അദ്ദേഹം വളരെ സീനിയറായ, നിങ്ങൾക്കറിയാമല്ലോ, ഡോക്ടർ കാർഡിയോ ഫിസീഷ്യൻ എന്നോട് പറയുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ LDF-ൻ്റെ തുടർ ഭരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ളതാണ്. കാരണം ഈ ബദൽ വികസിപ്പിക്കുകയും അത് ഇന്ത്യൻ ജനതയുടെ മനസ്സിലാക്കലിനായി ലഭ്യമാക്കുകയും വേണം. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞതുപോലെ അത് പ്രധാനമാണ്. കാരണം പശ്ചിമ ബംഗാളിൽ നമ്മൾ പിന്നോട്ട് പോയിരിക്കുകയാണ്. ത്രിപുരയിൽ ഇത് സംഭവിച്ചു. അതുകൊണ്ട് CPI-ൻ്റെ ഭാവിക്കും ഇടതുപക്ഷത്തിൻ്റെ ഭാവിക്കും ഇത് പ്രധാനമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാവിക്ക് കേരളത്തിൽ LDF-ൻ്റെ വിജയം ഒരിക്കൽ കൂടി വളരെ വളരെ പ്രധാനമാണ്. അവസാനത്തെ ചോദ്യം. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ ഒരുപാട് ഇത്തരം തെരഞ്ഞെടുപ്പുകൾ ചെയ്യാറുണ്ട്. ഇത് ഏകദേശം നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ തുടങ്ങിയതാണ്. പിന്നെ ഞാൻ കാണുന്നത് ശബരിമല സ്വർണ്ണ വിഷയത്തിൻ്റെ സ്വാധീനത്തെ നിങ്ങൾ വില കുറച്ച് കാണുന്നുണ്ടോ എന്നാണ്. കാരണം ഒറീസയിൽ ജഗന്നാഥ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ആ അഴിമതികളെല്ലാം ഓർമ്മയില്ലേ? അത് ശരിക്കും ബാധിക്കുകയും അവർ തിരഞ്ഞെടുപ്പിൽ തോൽക്കുകയും ചെയ്തു. അപ്പോൾ ആ അർത്ഥത്തിൽ നിങ്ങൾ അതിനെ വില കുറച്ച് കാണുകയാണോ? അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ 81 വയസ്സായി എന്നതാണ്. അദ്ദേഹം ഇനിയും 5 വർഷം കൂടി മുഖ്യമന്ത്രിയാകുമോ? അതോ നിങ്ങൾ മറ്റാരെയെങ്കിലും കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അതോ 81 കുഴപ്പമില്ലേ? നോക്കൂ, ഒന്നാമത്തേത് സഖാവ് VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത് 82-ാം വയസ്സിലാണ്. ശരി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സഖാവ് പിണറായിയോട് ഈ ചോദ്യം ചോദിച്ചു, നിങ്ങൾ മുഖ്യമന്ത്രിയായി തുടരുമോ എന്ന്. ശരി. പാർട്ടിയുടെ ധാരണയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഭൂരിപക്ഷം ലഭിക്കുകയും പാർട്ടി മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ പരിഗണിക്കുന്ന ഒരു ചോദ്യമാണിത്. നിലവിൽ ഞങ്ങൾ അതിലൊരു തീരുമാനവും എടുത്തിട്ടില്ല. അതുകൊണ്ട് ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതുമാത്രമാണ് കാര്യം. അദ്ദേഹമാണ് പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും മുതിർന്ന അംഗം. ഞാൻ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ താങ്കളാണ് ജനറൽ സെക്രട്ടറി. ഞാനാണ് ജനറൽ സെക്രട്ടറി. അപ്പോൾ താങ്കൾ തീരുമാനിക്കും. ഞാനല്ല, ഞങ്ങൾ കൂട്ടായി തീരുമാനിക്കും. അതെ, കൂട്ടായി. അതെ, ഞങ്ങൾ ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പിലെ ഞങ്ങളുടെ ഉജ്ജ്വല വിജയത്തിന് ശേഷം ആ ചോദ്യം ഉയർന്നു വരുമ്പോൾ ഞങ്ങൾ ഒരു തീരുമാനമെടുക്കും. പക്ഷേ ഇവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പോളിറ്റ് ബ്യൂറോയിലെ ഒരേയൊരു അംഗം അദ്ദേഹമാണ്. അപ്പോൾ വ്യക്തമായും തിരഞ്ഞെടുക്കാനുള്ള ഒരേ ഒരാൾ അദ്ദേഹമല്ലേ? ഇത് നിങ്ങൾക്ക് നടത്താവുന്ന വളരെ നല്ലൊരു ഊഹമാണ്. ഞാനത് അവിടെ നിർത്തുന്നു. വളരെ നന്ദി. ഇനി അധികം ഓടി നടക്കരുത്. നന്ദി. നന്ദി. ഇതിന് നന്ദി.